മംഗലത്ത് തറവാട്. ആ നാട്ടിലെ തന്നെ പേരുകേട്ട തറവാട്. ഒരു കാലത്ത് ആ നാടിന്റെ ആശ്രയമായിരുന്ന ഒരു വീട്. മംഗലത്ത് കൃഷ്ണമേനോനും കുടുംബവും ഒരു ആക്സിഡന്റിൽ ഇല്ലാതായപ്പോൾ ബാക്കിയായത് വെറും 6 മാസം പ്രായമുള്ള ഒരു ആൺകുഞ്ഞായിരുന്നു കൃഷ്ണമേനോന്റെ കൊച്ചുമകൻ കാശിനാഥൻ. അവിടെ നിന്നും പിന്നീട് കാശി വളർന്നത് കാര്യസ്ഥൻ കുഞ്ഞിരാമൻ നായരുടെ കൂടെയായിരുന്നു. സ്വന്തം മകനെ പോലെ അദ്ദേഹം അവനെ വളർത്തി. കാശി വളർന്നു. കൂടെ അവന്റെ വാശിയും ദേഷ്യവും തെമ്മാടിത്തരവും എല്ലാം വളർന്നു. കുഞ്ഞിരാമൻ നായർക്ക് അവന്റെ ഈ സ്വഭാവത്തെ പൂർണ്ണമായും ഇല്ലാതാക്കാൻ സാധിച്ചില്ല. കാശിക്ക് നാട്ടിൽ 2 കൂട്ടുകാരാണുള്ളത്, വിഷ്ണുവും മനുവും. കാശിയുടെ ഉറ്റ സുഹൃത്തുക്കളാണിവർ. കാശി ഉണ്ടാക്കുന്ന എല്ലാ പ്രശ്നങ്ങളിലും ഇവരും ഉണ്ടാകും. കട്ടത്താടിയും ജിംബോഡിയും ആ നാട്ടിലെ പെൺകുട്ടികളെ കാശിയിലേക്ക് ആകർഷിച്ചുകൊണ്ടേയിരുന്നു. എന്നാൽ കാശി ഒരാളെ പോലും തിരിഞ്ഞു നോക്കിയില്ല. ആ നാട്ടിലെ തന്നെ കൂലിപ്പണിക്കാരനായ മാധവന്റെയും ലക്ഷ്മിയുടെയും മകളാണ് മീനാക്ഷി. അവളുടെ ചെറുപ്പത്തിൽ തന്നെ ലക്ഷ്മി ഒരു അസുഖം വന്ന് മരണപ്പെട്ടു. കുഞ്ഞിനെ നോക്കാനായി മാധവൻ രണ്ടാമതൊരു വിവാഹം കഴിച്ചു. അതിലൊരു പെൺകുഞ്ഞ് ജനിച്ചതോടെ മാധവനും രണ്ടാമത്തെ ഭാര്യ വിലാസിനിക്കും മീനാക്ഷി ഒരു അധികപ്പറ്റായി. എന്നാൽ അനിയത്തിയായ വീണയ്ക്ക് മീനാക്ഷിയെ ഒരുപാട് ഇഷ്ടമായിരുന്നു. പലപ്പോഴും അച്ഛൻ തനിക്കായി കൊണ്ടുവരുന്ന പലഹാരങ്ങളെല്ലാം ചേച്ചിക്കായി അവൾ പങ്കുവെക്കുമായിരുന്നു. മീനാക്ഷിയുടെ വേദന നിറഞ്ഞ ജീവിതത്തിൽ വീണ ഒരു ആശ്വാസമായി. വീട്ടിലെ പശുവിന് പുല്ല് ചെത്താനും പാല് കൊടുക്കാനും മീനാക്ഷിയായിരുന്നു പോകാറ്. പുല്ലിന്റെ അളവിൽ കുറവ് വന്നാൽ അന്ന് ആ പാവത്തിന് ഭക്ഷണം കിട്ടില്ലായിരുന്നു. അതുകൊണ്ട് തന്നെ എത്ര വൈകിയാലും ആവശ്യത്തിനുള്ള പുല്ലുമായിട്ടാണ് മീനാക്ഷി വീട്ടിലേക്ക് വരാറുള്ളൂ. അന്ന് പുല്ല് ചെത്തി കഴിഞ്ഞ് വീട്ടിലേക്ക് എത്താൻ കുറച്ച് താമസിച്ചു. ഇരുട്ടു വീണു തുടങ്ങിയിരുന്നു. നന്നായി പേടിച്ച് ഇത്തിരി വേഗത്തിലാണ് അവൾ വീട്ടിലേക്ക് നടന്നത്. എന്നാൽ വരുന്ന വഴിയിലിരുന്ന് മദ്യപിക്കുന്ന കാശിയെയും കൂട്ടുകാരെയും മീനാക്ഷി ശ്രദ്ധിച്ചില്ല. വിശപ്പും ക്ഷീണവും അവളെ ആകെ തളർത്തിയിരുന്നു. കാശിക്ക് മുന്നിലെത്തിയ മീനാക്ഷിയെ അവൻ തടഞ്ഞു വെച്ചു. എന്താണ് മോളെ, ഇത്രയും താമസിച്ചിട്ടാണോ വീട്ടിലേക്ക് പോകുന്നത്? കാശിയെ കണ്ട് പേടിച്ച മീനാക്ഷിക്ക് എന്ത് പറയണമെന്ന് അറിയില്ലായിരുന്നു. നേരം ഒരുപാട് വൈകിട്ടും ചേച്ചിയെ കാണാത്തതിനാൽ വീണ വളരെ ഭയപ്പെട്ടു. അവൾ അമ്മയോട് പോയി പറഞ്ഞു. എന്നാൽ വിലാസിനി അത് കേട്ട ഭാവം പോലും നടിച്ചില്ല. ആ സമയമാണ് മാധവൻ ജോലി കഴിഞ്ഞ് വീട്ടിലെത്തിയത്. വീണ ഓടിപ്പോയി തൻ്റെ അച്ഛനോട് ചേച്ചി വീട്ടിലെത്തിയിട്ടില്ല എന്ന വിവരം പറഞ്ഞു. ആ നിമിഷമാണ് വിലാസിനി അവിടെ എത്തിയത്. മാധവന്റെ മനസ്സിൽ വിഷം നിറയ്ക്കുന്ന രീതിയിൽ മീനാക്ഷിയെ ശപിച്ചുകൊണ്ടാണ് അവർ കാര്യം പറഞ്ഞത്. ആ പെണ്ണ് വല്ലവൻ്റെയും കൂടെ അഴിഞ്ഞാടി നടക്കുകയും മാധവേട്ട ആകെ ചീത്തപ്പേരാകുമല്ലോ. അത് കേട്ട നിമിഷം മാധവന്റെ മുഖത്ത് ദേഷ്യം ഇരച്ചെത്തി. എന്നാൽ ആ നിമിഷം തന്നെ വീണ അതിനെ എതിർത്തു. ഇല്ലച്ചാ, ചേച്ചി അങ്ങനെയൊന്നും ചെയ്യില്ല. ആ പാവം എവിടെയോ പെട്ടുകിടക്കുകയാണ്. നമുക്കൊന്ന് പോയി നോക്കിയിട്ട് വരാം. മനസ്സില്ലാ മനസ്സോടെ ആണെങ്കിലും മാധവൻ രാത്രി മീനാക്ഷി അന്വേഷിച്ചിറങ്ങി. കൂടെ വീണയും ഉണ്ടായിരുന്നു. ഇതേ സമയം കാശി മദ്യലഹരിയിൽ മീനാക്ഷിയുടെ കൈക്ക് കയറി പിടിച്ചു. അവളുടെ തലയിലുണ്ടായിരുന്ന പുല്ലിന്റെ കെട്ട് താഴെ വീണു. തന്നെ കൊണ്ട് കഴിയുന്ന രീതിയിൽ അവൾ കാശിയെ എതിർത്തുകൊണ്ടേയിരുന്നു. എന്നാൽ ആ പെണ്ണിന്റെ വേദനയും പ്രയാസവും ആ നിമിഷം കാശിക്ക് മനസ്സിലായില്ല. അവൻ അവളെ പോകാൻ അനുവദിക്കാതെ തടസ്സമായി നിന്നു. നിസ്സഹായമായി അവൾ കാശിയെ നോക്കി. ഞാൻ വീട്ടിലേക്ക് പൊക്കോട്ടെ, അച്ഛൻ അറിഞ്ഞാൽ ദേഷ്യപ്പെടും, അവൾ വളരെ പതുക്കെ അവരോട് പറഞ്ഞു. ആ സമയമാണ് മാധവനും വീണയും അവിടെ എത്തിയത്. എന്നാൽ ഒരു നിമിഷം പോലും വൈകാതെ മാധവൻ മീനാക്ഷിയുടെ അടുത്തേക്ക് ഓടിയെത്തി അവളുടെ മുഖത്തേക്ക് കൈവീശി അടിച്ചു. ശരീരത്തിന്റെ തളർച്ചയും വേദനയും മുഖത്ത് കിട്ടിയ അടിയും കാരണം മീനാക്ഷി മണ്ണിലേക്ക് വീണു. എന്നാൽ ആ നിമിഷം തന്നെ മാധവൻ അവിടെ കിടന്ന് ഒരു വടിയെടുത്ത് മീനാക്ഷിയെ അടിച്ചുകൊണ്ടേയിരുന്നു. കണ്ടവന്മാരുടെ കൂടെ അഴിഞ്ഞാടി നടക്കാനാണോ ഞാൻ നിനക്ക് ചെല്ലും ചെലവും തരുന്നത്? ഒരു ദയയും കൂടാതെ സ്വന്തം മകളാണെന്ന് പോലും ഓർക്കാതെ അയാൾ ആ പാവത്തിനെ ഉപദ്രവിച്ചുകൊണ്ടേയിരുന്നു. ആ പാവം പെണ്ണിനെ ഉറക്കെ നിലവിളിക്കാനല്ലാതെ ഒന്നിനും സാധിച്ചില്ല. അവളുടെ കരച്ചിൽ കാശിയുടെ ഹൃദയത്തിലേക്ക് പതിച്ചു. വിഷ്ണുവും മനുവും ഒരു നിമിഷം പകച്ചുപോയി. ഒരു തമാശയായി മാത്രമാണ് അവളെ പിടിച്ചു വെക്കാൻ ശ്രമിച്ചത്. ഈ രംഗം കണ്ടുനിന്ന വീണ ഒരു നിമിഷം ഓടിപ്പോയി ചേച്ചിയെ കെട്ടിപ്പിടിച്ചു. അടിക്കല്ലേ അച്ഛാ, ആ പാവം ഒരു തെറ്റും ചെയ്ത് കാണില്ല. ആ നിമിഷം മാധവൻ തൻ്റെ കയ്യിലുള്ള വടി വലിച്ചെറിഞ്ഞ് തിരിച്ച് വീട്ടിലേക്ക് നടന്നു. വീണ ചേച്ചിയെ കെട്ടിപ്പിടിച്ച് ഉറക്കെ കരഞ്ഞു. ആ നിമിഷം വീണയ്ക്ക് കാശിയോട് വല്ലാത്ത ദേഷ്യം തോന്നി. പെട്ടെന്ന് തോന്നിയ ദേഷ്യത്തിൽ അവൾ കാശിയുടെ ഷർട്ടിൽ കയറി പിടിച്ചു. എന്തിനാടോ ഈ പാവത്തിനെ ഇങ്ങനെ ദ്രോഹിച്ചത്? പാവാണ് എൻ്റെ ചേച്ചി. അച്ഛനും അമ്മയ്ക്കും ഒന്നും ചേച്ചിയെ ഇഷ്ടമല്ല. ഒരു നേരത്തെ ആഹാരം പോലും കിട്ടണമെങ്കിൽ ആ പാവത്തിന് ഈ പുല്ല് വീട്ടിലെത്തിക്കണം. വിശപ്പും ദാഹവും കൊണ്ട് തളർന്ന ആ പാവത്തിനെയാണ് അച്ഛൻ ഈ രീതിയിൽ ഉപദ്രവിച്ചത്. ഇപ്പോൾ സന്തോഷമായില്ലേ? കാശും സൗകര്യവും എല്ലാമുള്ള നിങ്ങളെപ്പോലുള്ളവർക്ക് ഇതൊക്കെ നിസ്സാരമായിരിക്കും. ഇന്നിനി വീട്ടിൽ ചെന്നാൽ ആ പാവത്തിനെ വീണ്ടും ഉപദ്രവിക്കും, അറിയോ നിങ്ങൾക്ക്? എന്നാൽ ഈ നിമിഷമൊന്നും കാശി മുഖമുയർത്തി നോക്കിയില്ല. ഏതോ നിമിഷത്തെ തോന്നലിൽ അവളെ തടയാൻ തോന്നിയതിൽ അവന് വല്ലാതെ ദേഷ്യം തോന്നി. അവൻ്റെ ചെവിയിൽ ആ പാവം പെണ്ണിൻ്റെ കരച്ചിൽ മാത്രമായിരുന്നു.
വീണ വേഗം തന്നെ തിരിഞ്ഞ് മീനാക്ഷിയെ താങ്ങിപ്പിടിച്ച് വീട്ടിലേക്ക് നടന്നു. കാശിയുടെ കണ്ണുകൾ അവളുടെ തലയിൽ നിന്ന് വീണ പുല്ലിന്റെ കെട്ടിൽ മാത്രമായിരുന്നു. ഇത്രയും ഭാരമുള്ള ഈ കെട്ട് അവൾ എങ്ങനെയായിരിക്കും തലയിൽ വെച്ചിട്ടുണ്ടാവുക? അത്രയും പ്രയാസമുള്ളത് കൊണ്ടായിരിക്കില്ലേ ഈ ജോലി ഇത്ര ഇരട്ടിയിട്ടും അവൾ ചെയ്യുന്നത്? കാശി വേഗം തന്റെ ബുള്ളറ്റ് എടുത്ത് വീട്ടിലേക്ക് തിരിച്ചു. അവിടെ അവന്റെ രാമേട്ടൻ അവനെ കാത്തിരിക്കുന്നുണ്ടായിരുന്നു. എന്നാൽ ആരെയും നോക്കാതെ കാശി തന്റെ റൂമിലേക്ക് പോയി. കണ്ണടയ്ക്കുമ്പോഴെല്ലാം നിസ്സഹായതയോടെ തന്നെ നോക്കുന്ന ആ കണ്ണുകൾ അവനെ അസ്വസ്ഥപ്പെടുത്തി. ഭക്ഷണം കഴിക്കാൻ ഇരിക്കുമ്പോഴും കാശിയുടെ ചിന്ത അതായിരുന്നു. അവൾക്ക് ഭക്ഷണം കിട്ടിയിട്ടുണ്ടാകുമോ? എന്തെങ്കിലും കഴിച്ചിട്ടുണ്ടാകുമോ? മനസ്സ് സ്വസ്ഥമല്ല എന്നു തിരിച്ചറിവിൽ അവൻ തൻ്റെ ബൈക്കെടുത്ത് പുറത്തേക്ക് പോയി. അവളെ ഒന്ന് കാണാതെ ഇന്ന് രാത്രി തനിക്ക് ഉറങ്ങാൻ സാധിക്കില്ല എന്ന് അവൻ ഉറപ്പുണ്ടായിരുന്നു. അവളുടെ വീടിനടുത്ത് ബൈക്ക് നിർത്തി ആരും കാണാതെ ആ വീടിനടുത്തേക്ക് അവൻ നടന്നു. മാധവന്റെ ഉറക്കെയുള്ള ചീത്തവിളി കേൾക്കുന്നുണ്ടായിരുന്നു. വിലാസിനി അയാളെ ഭക്ഷണം കഴിക്കാൻ വിളിക്കുന്നതും കേൾക്കുന്നുണ്ട്. വീണയെ വിളിക്കുമ്പോൾ ചേച്ചിക്ക് കൊടുക്കാതെ തനിക്ക് വേണ്ടെന്ന് പറയുന്നതും കേട്ടു. അപ്പോഴും അവൻ്റെ കണ്ണുകൾ അവളെ തേടിക്കൊണ്ടിരുന്നു. അപ്പോഴാണ് വീടിൻ്റെ പിറകുവശത്തായി കാണുന്ന ഒരു ഒറ്റമുറി അവൻ കണ്ടത്. അവിടെ ചെന്ന് ജനലിലൂടെ കണ്ട അകത്തെ കാഴ്ച അവനെ വല്ലാതെ വേദനിപ്പിച്ചു. അവിടെ തറയിൽ ഒരു തുണിയിൽ കിടക്കുന്ന മീനാക്ഷി. കണ്ണിൽ നിന്നും കണ്ണുനീർ നിർത്താതെ ഒഴുകുന്നുണ്ട്. ശരീരം മുഴുവൻ അടികൊണ്ട പാടുകൾ വ്യക്തമായി കാണാം. മീനാക്ഷി! എന്തോ ഒരു പ്രേരണയിൽ അവൻ അവളെ വിളിച്ചു. പതുക്കെ കണ്ണു തുറന്നു നോക്കിയ മീനാക്ഷിയിൽ ഭയം രൂപപ്പെട്ടു. പേടിക്കേണ്ടടോ, ഉപദ്രവിക്കാൻ വന്നതല്ല ഞാൻ, അവൻ പറഞ്ഞു. സത്യത്തിൽ ഇന്നറിയാതെ പറ്റിപ്പോയതാണ്. തന്നെ ആ നേരത്ത് അവിടെ കണ്ടപ്പോൾ ഒന്ന് പേടിപ്പിക്കണമെന്ന് മാത്രമേ കരുതിയിരുന്നുള്ളൂ. പക്ഷേ ഇന്ന് അങ്ങനെയൊക്കെ സംഭവിച്ചത് ഞാൻ കാരണമാണല്ലോ എന്നോർക്കുമ്പോൾ വല്ലാത്ത വിഷമം തോന്നുന്നു. തന്നെ ഒന്ന് കണ്ടില്ലെങ്കിൽ എനിക്ക് ഉറങ്ങാൻ പറ്റില്ല എന്ന് തോന്നിയപ്പോൾ വന്നതാണ്. ക്ഷമിക്കണം, കാശി പറഞ്ഞു. മീനാക്ഷി അവൻ്റെ മുഖത്തേക്ക് നോക്കി ഒരു മങ്ങിയ പുഞ്ചിരി നൽകി. സാരമില്ല, എനിക്കിതൊക്കെ പതിവാണ്. ഇന്ന് ഇതൊരു കാരണമായി എന്നു മാത്രം. തനിക്ക് വേണ്ടി ഞാനിപ്പോൾ എന്താ ചെയ്യുക? അവൻ ചോദിച്ചു. എനിക്ക് കുടിക്കാൻ ഒരല്പം വെള്ളം കിട്ടുമോ? നല്ല വിശപ്പുണ്ട്. ഒന്നും കഴിച്ചില്ല. അവൻ തൻ്റെ ബൈക്കിനടുത്തേക്ക് തിരികെ ചെന്ന് അതിലുണ്ടായിരുന്ന ഒരു കുപ്പി വെള്ളമെടുത്ത് അവൾക്ക് കൊടുത്തു. ആർത്തിയോടെ ആ വെള്ളം കുടിക്കുന്ന പെൺകുട്ടിയുടെ നിസ്സഹായ അവസ്ഥ കാശിയെ വല്ലാതെ വേദനിപ്പിച്ചു. എന്നാൽ ആ നിമിഷമാണ് പിന്നിൽ നിന്നും എന്തോ ശബ്ദം കേട്ട് വിലാസിനി ആ ഭാഗത്തേക്ക് വന്നത്. കാശിയെയും മീനാക്ഷിയെയും ഒരുമിച്ച് കണ്ടവർ ഉറക്കെ ബഹളം വെച്ചു. ഇത് കേട്ടുവന്ന മാധവൻ കാശിയെ അടിക്കാനായി ശ്രമിച്ചു. എന്ത് ധൈര്യത്തിലാണ് നീ എൻ്റെ വീട്ടിൽ കയറി വന്നത്? ഇവളാണോ നിന്നെ ക്ഷണിച്ചത്? സ്വന്തം അച്ഛൻ്റെ ആ ചോദ്യത്തിൽ മീനാക്ഷി വല്ലാതെ പകച്ചുപോയി. കാശിയെ പിന്നിലേക്ക് തള്ളി അയാൾ മീനാക്ഷിയെ അടിക്കാനായി കൈ ഉയർത്തി. എന്നാൽ ആ നിമിഷം കാശി ആ കൈകളിൽ കയറി പിടിച്ചു. ഇനി ഇവളുടെ ദേഹത്തെങ്ങാനും വേദനിപ്പിച്ചാൽ എൻ്റെ മറ്റൊരു മുഖം നിങ്ങൾ കാണും. സ്വന്തം മകളോട് ഇത്രയും ക്രൂരത കാണിക്കാൻ നിങ്ങൾക്ക് എങ്ങനെ സാധിക്കുന്നു? നിങ്ങൾ ഇവളുടെ അച്ഛൻ തന്നെ. എൻ്റെ ചിലവിൽ എൻ്റെ വീട്ടിൽ കഴിയുമ്പോൾ ഞാൻ ചിലപ്പോൾ ഉപദ്രവിച്ചെന്ന് വരും. അതിന് പറ്റുന്നവർ ഇവിടെ നിന്നാൽ മതി. അത് കേട്ട നിമിഷം കാശി തിരിഞ്ഞ് മീനാക്ഷിയെ നോക്കി. ഈ സാഹചര്യത്തിൽ ചോദിക്കാൻ പറ്റുമോ എന്ന് എനിക്കറിയില്ല. ഒന്നു മാത്രം പറയാം, വേദനിപ്പിക്കാതെ ഈ ജീവിതകാലം മുഴുവൻ ഞാൻ ചേർത്ത് പിടിച്ചോളാം. വരുമോ എൻ്റെ കൂടെ മംഗലത്ത് തറവാട്ടിലേക്ക്? മീനാക്ഷി ഒരു നിമിഷം തറഞ്ഞു നിന്നു. എന്നാൽ അത് കേട്ടുകൊണ്ടുവന്ന വീണ ഓടി വന്ന് മീനാക്ഷിയെ ചേർത്ത് പിടിച്ചു. ചേച്ചി, ഈ നിമിഷം ഒരു തീരുമാനമെടുക്കണം. ഇനിയും എനിക്ക് വയ്യ. ചേച്ചി അനുഭവിക്കുന്ന വേദന കണ്ടുകൊണ്ടിരിക്കാൻ. സ്വന്തം തെറ്റ് മനസ്സിലാക്കി ചേച്ചിയെ ചേർത്ത് പിടിക്കാൻ കാണിച്ച കാശിയേട്ടന് ചേച്ചിയെ രക്ഷിക്കാൻ കഴിയുമെന്ന് എൻ്റെ മനസ്സ് പറയുന്നു. കാശി തൻ്റെ കൈകൾ മീനാക്ഷിക്ക് നേരെ നീട്ടി. തൻ്റെ അച്ഛൻ്റെ മുഖത്തേക്കൊന്ന് നോക്കി മീനാക്ഷി ആ കൈകളിൽ തൻ്റെ കൈകൾ ചേർത്ത് വെച്ചു. ഒരു നിമിഷം പോലും ഇനി അവളെ വേദനിപ്പിക്കില്ല എന്ന ഉറപ്പോടെ മീനാക്ഷിയെ ചേർത്ത് പിടിച്ച് കാശിനാഥൻ ആ വീടിൻ്റെ പടിയിറങ്ങി. ഈ കഥ ഇഷ്ടമായാൽ ഇനിയും ഇതുപോലുള്ള കഥകൾ കേൾക്കാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ.